ഹലോ ഗൈസ്, എല്ലാവർക്കും ലാവണ്ടർ അക്വ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കണ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മളെടുത്ത ഫ്രിഡ്ജ് ബോക്സ്. ഇത് നമ്മുടെ ഈ സ്ക്രാപ്പ് ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഏകദേശം ഒരു 50-100 രൂപ റേഞ്ചിലാണ് നമുക്കിത് കിട്ടിയത്. ഇനി നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഒട്ടിക്കാനായിട്ട് MCL എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഈ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു 10 രൂപയുടെ പാക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോഴേക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം MCL വാങ്ങുക. എന്നാൽ മാത്രമേ ഇത് നല്ല രീതിക്ക് ഒട്ടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒട്ടിക്കേണ്ട ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ MCL പിടിക്കില്ല, കുറച്ച് മണ്ണൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പിടിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത്. MCLലെ പാക്കറ്റ് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും ഒരു റെസിൻ ഫേസും ഉണ്ട്, ഒരു ഹാർഡിനറുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ ഇതൊരു പശയായിട്ട് മാറത്തുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് എവിടെയെങ്കിലും മാറ്റി വെച്ചെന്ന് പറഞ്ഞ് വേറെ ഒരു കുഴപ്പം വരില്ല. ഇത് രണ്ടും ഒരുമിച്ചാൽ മാത്രമേ ഇത് നല്ലൊരു പശയായിട്ട് മാറത്തുള്ളൂ. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ബ്ലാക്ക് കളർ വരുന്നവരായിരിക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇത് ഒട്ടത്തുള്ളൂ. നിങ്ങൾ ഒട്ടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ആ MCLനെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് ജസ്റ്റ് അതിലോട്ട് വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ സൈഡുകളൊന്ന് നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അത് അവിടെ നല്ല ഫിക്സ് ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ഹോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഹോളൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കുറച്ച് വലിയ ഹോൾസൊക്കെ കാണും. അത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം നല്ല രീതിക്ക് അതിൻ്റെ അകത്ത് ആ വലിയ ഹോൾസിൻ്റെ അകത്തോട്ട് കുത്തി നിറച്ച് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ MCL വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചിലർ അതിൻ്റെ അകമൊക്കെ നിറച്ച് അങ്ങനെയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് പുറത്തൂടെ ഒന്ന് പരത്തി വെച്ചാൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലുള്ള എല്ലാ ഹോൾസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ മതിയാവും. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒട്ടിച്ച ഭാഗമൊക്കെ നല്ല രീതിക്ക് ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ നല്ല അഴുക്കുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്ന് കഴുകിയിട്ടൊന്ന് കാണാം. ഇത് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് സെറ്റ് ചെയ്ത ഒരു ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു നാച്ചുറൽ ഫീലൊക്കെ ആയിട്ടാണ് ഈ ടാങ്ക് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ആൽബിനോ പ്ലാറ്റിനം ഡംബോയർ വെറൈറ്റി ഗപ്പിയുടെ ഒരു ബാച്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട്. നമ്മുടെ കബോംബ പോലത്തെ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഈ ബദാമിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിൽ ഉള്ള ഒരു pH കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബദാമിൻ്റെ ഇല ഇടുന്നത്. നമ്മൾ ഗപ്പീസിൻ്റെ എല്ലാ ടാങ്കുകളിലും നമ്മൾ ഈ ബദാമിൻ്റെ ഇല ഇടുന്നതായിരിക്കും. വെള്ളം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു തെളിഞ്ഞിട്ട് നല്ലൊരു ഗപ്പീസിനൊക്കെ കിടക്കാൻ പറ്റിയ നല്ലൊരു ടാങ്ക് പോലെയാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അലങ്കാര മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ കൂട്ടുകാരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.